നമ്മൾ ഇന്ന് ഗ്രാനി 3 ആണ് കളിക്കുന്നത്. ഗ്രാനി 3 നമുക്ക് എന്താണ് നിങ്ങൾ എക്സ്ട്രീം നമുക്ക് എക്സ്ട്രീം വേണ്ട, നമുക്ക് ഈസി മതി. നമുക്ക് ഈസി കളിക്കാം. അയ്യോ വേണ്ടേ, ബോത്തില്ല, ഗ്രാനി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗ്രാനിയോട് രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ ചത്തേനെ. ഗ്രാനിപ്പ ഉണ്ടെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വിളിക്കും. ഗ്രാനിയല്ല, ഗ്രാൻഡ്പ. നമുക്ക് കളിക്കാം. നമ്മളിപ്പോ എതിരുണ്ട്, നമുക്ക് സ്പീഡ് ഭയങ്കര സ്പീഡിൽ പോണം. അപ്പൊ നമ്മള് താഴെ കുനിയണം, നമ്മള് കുനിയുമ്പോൾ നമ്മുടെ അയ്യോ ഇവിടെ ആരോ വാല് തുറന്ന് വെച്ചിട്ട് വാല് വെച്ചിട്ടോ. അത് പുറത്തായിരിക്കും. വാല് പറഞ്ഞു കഴിയുമ്പോ അവനെ ഷിഫ്റ്റ് ചെയ്യും. ഫുള്ള് കളിക്കും കേട്ടോ. ബുദ്ധിയല്ല, അങ്ങോട്ട് പോണ ബുദ്ധിയല്ല. നവനീത് കളിച്ചോളൂ. ഒച്ച കേൾക്കുമ്പോ വരും. ഓടിക്കോ പയ്യെ ഓടിക്കോ. വല്ല ഉണ്ടാകാൻ ഒച്ച ഉണ്ടാക്കണം. അതേ വെപ്പ കീയറ്റാളിയ പോലെ ഗ്രാനി വേണം. എപ്പെങ്കിൽ ഞങ്ങക്ക് കളയാൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ അപ്പുറത്തെ പറഞ്ഞു ഒരു ഗ്രാനിയെ കൊല്ല ഒരു വരിയും കാണും. ഗ്രാനിയെ കൊല്ലാൻ ഗ്രാൻഡ് പെട്ടെങ്കിൽ തോക്കൊണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇതാണ്. ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ അപ്പുറത്തെ പറമ്പിലൊക്കെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണ ബുദ്ധിയല്ല കേട്ടോ ഗൈസ്. നമുക്ക് വെപ്പൺ എടുത്തിട്ട് പോവാം. വെപ്പൺ എടുത്തിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം. പൊട്ടി വെപ്പങ്കി എടുക്കണമെങ്കിൽ ഗ്രാൻഡ്പയുടെ റൂമിൽ പോകണം. കുറച്ച് കല്ലൊക്കെ പറക്കണം. ഗ്രാനി നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനിയുടെ ലെവല് മാറ്റി ഈ മറ്റേ പ്രാക്ടീസ് ഇട്ടിട്ട് സെൻട്രീനെ അടുത്ത കളിയില് അത് വൺ ഡേ കഴിഞ്ഞിട്ട് ആ സാമാനം പുറകില്ല. സാമാനം ആ സൈഡിൽ പോന്നു. ആ സാമാനം അവിടെയൊക്കെ നോക്കി ഇങ്ങോട്ടോ. ഇവിടൊക്കെ പോയെ ഞാൻ വിളിച്ചു. ഇവിടെ മറ്റേ കെണി ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കെണിയിൽ എന്തായാലും വിടും. ഈ സാമാനം കണ്ടോ ഗൈസ്? ഈ സാധനം കണ്ടോ? ഈ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? സ്റ്റിയറിംഗ് ഒന്നുമില്ല. അല്ല എന്റെ മേലെ ഇപ്പൊ ഇനി കുഴപ്പമില്ല. ഓടിക്കോ. ഇനി എന്തായാലും ഞാനി വരും. പെങ്കി എടുത്തോണ്ടിരുന്ന് പോയാൽ സുരേഷയുടെ കെറിയിട്ടെടുത്തോണ്ട് തട്ടി വന്ന ചീമച്ചാ പിടിച്ചത് കേട്ടോ. ഇത് ഞാൻ കളിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാനിയുടെ പ്രാക്ടീസ് ഇനി അവിടെ കെണിയിടുപ്പ ഗൈസ്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. കെണിയിടും വെപ്പങ്കി എടുക്കുക. ഇതിനൊന്നും വരാത്ത വൈകി പിന്നെ വെപ്പ എടുക്കുന്ന ഗ്രാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്രാൻഡ് വേണമായിരുന്നു. എക്സ്ട്രീമിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങള് ഗ്രാനി കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രീമിൽ ജയിച്ചിട്ടുണ്ടോ അതോ ഈസിയിൽ ജയിച്ചിട്ടുണ്ടോ? പ്രാക്ടീസ് ജയിച്ചിട്ടുണ്ടോ? ആരാ ജയിക്കണോട്ടെ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അയ്യോ നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ അടുക്കള ഇതാ വെപ്പങ്കി അറിയില്ലേ? പിന്നെ ഇത് ഗ്രാനീനെ ചെയ്യാൻ വേണ്ടി അല്ലേ? ഇച്ചിരി കല്ല് ഊലിയിട്ടില്ലേ? അത് മൂല്യമുള്ളതാണ്. ഇനി ഗ്രാനിനെ കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാനിക്ക് ഓടിക്കോ. പ്ലാങ്കും കൂടെ ആവട്ടെ. നമുക്കിപ്പോ ഗ്രാനി അടുക്കളയൊക്കെ കയറിക്കണം ഇല്ലേ?
ഗ്രാനി എടുത്ത് നേരിയില്ലേ ഇപ്പൊ ഇത് 2 സ്റ്റോൺ എടുക്കാം. 2 സ്റ്റോൺ എടുത്തു. ഇനി കിട്ടണം. ഇനി കല്ല് കിട്ടണം. ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടിയാണ് ഗൈസ്. ഉണ്ണിക്കുട്ടിയല്ല, രാജശ്രീ. രാജശ്രീ അല്ല, പൂജശ്രീ. ഓടാ. നമുക്ക് ഇനി സ്റ്റോണുകൾ കിട്ടാണ്ട് ഗൈസ്. ഇവിടെ ഗ്രാനിയെ കിട്ടിക്കഴിഞ്ഞാൽ സമയത്ത് അകത്ത് കയറാം. ഇപ്പൊ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഗൈസ് ഒരു കണ്ണ് കിട്ടി. അപ്പത്തേനും ഷൂട്ടിന് സ്വിച്ച് പിടിച്ചെങ്ങനെ എഴുതിയാണോ? അതെല്ലാവർക്കും അറിയാല്ലേ ഗൈസ്. ഇതില്ല പെട്ടെന്ന് ഗ്രാനി നമുക്ക് കിട്ടാനില്ല. ഗ്രാനിക്ക് കിട്ടുന്നുണ്ടോ? ഏറ്റവും ഇവിടെ ഗ്രാനി കല്ല് കണ്ടിട്ടില്ലേ? ചന്ദ്രനാ ഗ്രാനി മാത്രമേ ഉള്ളൂ. ചന്ദ്രൻ പോലെ കല്ല് കണ്ടിട്ട് ഗ്രാനിയെ കാണുന്നില്ല. ശരിയാക്കിയില്ലെന്നോ അത് ഒരു കല്ല് ഇവിടെ തിളങ്ങാണ്. ഉണ്ടാക്കി അപ്പത്തേക്ക് നിന്നല്ല ഫ്രണ്ട്സ് ഒരു കല്ല് കണ്ടില്ല. പറയാൻ പാടുള്ളൂ അടുത്ത കല്ല് കൂടെ ഗൈസ്. നമ്മളിനി ഇവിടെ കഴിയുന്നതൊക്കെ അടുക്കള പോയിട്ട് അടി കിട്ടാൻ ഈ സമയത്ത് ഇങ്ങനത്തെ സാധനം പെട്ടെന്ന് ഗ്രാമം നമ്മൾ വാലും ഒക്കെ പറ്റും. ഈ ചാനലിന്റെ പേരാണ് പിന്നെ ഹോം ബ്ലോഗ്സ് ബൈ രാജശ്രീ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇപ്പൊ ഒരു ഹെഡ് ഷൂട്ട് അടിച്ചിട്ട് ഷൂട്ട് നിന്നൊക്കെ ഒരു ഹെഡ് കൊടുക്കാം. അല്ലേ നമുക്ക് പ്രാങ്ക് എടുത്തോണ്ട് നമുക്ക് അപ്പുറത്ത് പറമ്പ് വരെ പോയിട്ട് രക്ഷപ്പെടണം എന്നാണ് ഓർത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഗ്രാനിക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഗ്രാനി ഇപ്പൊ ഇനി 2.5 മിനിറ്റ് കഴിയുമ്പോ ഗ്രാനി ഇപ്പൊ തിരിച്ചു വരും. അതുവരെ നമുക്ക് പ്ലങ്ക് കണ്ടുപിടിക്കാം. പ്ലങ്ക് അല്ല, പ്ലാങ്ക്. ഇത് ഇവിടെ ഉണ്ട് സാധനം. പ്ലങ്ക് നമുക്ക് മറ്റേ മോളിൽ പോയിട്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഒരു ഇത് കിട്ടി. കൊല്ലണ ഇത് കിട്ടി. ഇതെടുക്കണം, മറ്റേ വെടിവെച്ച സാധനം എടുക്കണം. അല്ലെങ്കിൽ ഇനിയും ഗ്രാനി പെട്ടെന്ന് നമ്മളൊക്കെ നമ്മള് എക്സ്ട്രീമി വരെ ജയിക്കാൻ പോയത്. സേഫ്റ്റി എന്റെ അളിയ നീ പ്ലാൻ കൊണ്ടുപോകാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഒരു റൗണ്ടും കൂടെ കഴിയുമ്പോ പ്ലാങ്കിനകത്ത് മിക്കവാറും ബ്രിഡ്ജിക്കാനായിരിക്കും. അതാണ് നമ്മളിപ്പോ ഇതിനകത്ത് നോക്കാം. അടുത്ത് നമുക്ക് ഈ മുറി തുറക്കണം. പക്ഷെ ഇത് കുട്ടി തുറക്കാൻ ഒരു മിനിറ്റ് എങ്കിലും എടുക്കൂലോ. ഒരു മിനിറ്റ് എടുക്കും. 2.5 മിനിറ്റ് കൊണ്ട് ഗ്രാനി ഇതിനകത്ത് എന്താ നോക്കട്ടെ. ഗേറ്റും കൂടെ കിട്ടി. ഗേറ്റിന്റെ വിഷമിക്കണ്ടേ നമ്മള് പ്രോയാ. ഗ്രാനി അടിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ചത്തിട്ടുണ്ട് അതറിയാം. ഇത് വെച്ച് കാക്കയുടെ ഇതെടുത്ത് തല ഒരു ഗ്ലിച്ച് കാണിച്ചിരട്ടെ. ഗ്ലിച്ച് അല്ല, കഞ്ഞിയും കുടിച്ചിട്ടാണ്. ഇത് 1 ആണോ? നമ്മള് കത്തിയില്ല. ചാടാതെ പോയി വെപ്പങ്കി എടുത്തോണ്ട് വണ്ടിക്കകത്ത് എന്തടാ നമ്മളെ വെപ്പങ്കി. ഇത് എടുക്കണോ? ഇത് എടുത്തോണ്ട് നടക്കണം, അല്ലെങ്കിൽ നമ്മളെ ഗ്രാനി നമ്മൾ ചത്തു. നീ മിണ്ടാതെ കരുനാക്കെടുത്തു. ട്രെയിനിന്റെ അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. തുറക്കാൻ വേണം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എഞ്ചിൻ ശരിയാക്കാം. മോളിൽ പോയിട്ട് കാക്കനെ തട്ട്. തട്ടണമെങ്കിൽ മറ്റേ സാധനം വേണം, വുഡ് വേണം, മാറ്റിച്ച് വേണം. അതല്ല ഇത് വെച്ച് തട്ടാൻ പറ്റില്ല. വിദ്യ അപ്പൊ കാക്ക പറന്നു പോകും.
കാക്ക ചാടും. ഗ്രാനി എവിടെയാണ്? ഷുഗർ എവിടെയാണ്? സാധനം കണ്ടോ തിളങ്ങിയിരിക്കണ? അത് മറ്റേ നമ്മളെ സാധനം. അതിന്റെ പേരുണ്ട്. ആ ലോക്ക്. അപ്പൊ ട്രെയിനിക്ക് മറ്റേ കൊട്ടത്തേങ്ങ എടുക്കത്തു കൊട്ടത്തേങ്ങ അത് ഗ്രാനീനൊന്നും തൊട്ടിട്ട് കൊട്ടത്തേങ്ങ കളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിത് അരമണിക്കൂർ ആവുമ്പോ നിർത്തണ്ടാണ്. അത് ഞങ്ങൾക്ക് ഗ്രാനീനെ കാണാനില്ല. കൊട്ടത്തേങ്ങ എങ്ങനെ എടുക്കാനാണോ? തീരാന്ന് പറഞ്ഞു പോകാം. കുമ്പുപോയി. നമുക്ക് കൊണ്ടത്തേങ്ങ എടുക്കാം. ഇന്നത്തെ ഗ്രാനി പോയിട്ടുണ്ട് ഗൈസ്. കൊട്ടത്തേങ്ങ എടുത്തിട്ട് കൊട്ടത്തേങ്ങ ആദ്യം എടുക്കും. അങ്ങനത്തെ കൊട്ടത്തേങ്ങ അല്ലാതെ മാങ്ങത്തേങ്ങ. ATM ആണോടാ? ചുമന്ന ATM കരോ സാധനം എന്താ? നമുക്ക് കൊട്ടത്തേങ്ങ എന്തെങ്കിലും മുളകുണ്ടോ? അയ്യോ 2 മിനിറ്റ് കഴിഞ്ഞോ? 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞാലോ 5 ആയിട്ട് നടക്കാം. നമ്മൾ ഇതുവരെ ഗ്രാൻഡ് പേനെ കണ്ടിട്ടില്ല. ഞാൻ ഗ്രാൻഡ് പൈൻ ഇല്ല. നീ കളിക്കുമ്പോ ആദ്യം വരണായിരുന്നു. ഞാൻ കളിക്കുമ്പോ വന്നോളാം. ഇനി കളിക്കുമ്പോ ഗ്രാൻഡ് പേ അല്ല, നീ കോയിൻ ഇതെടുത്തോണ്ട് അമ്മച്ചി കണ്ണു വന്നുണ്ട്. ഓടിക്കോ പറഞ്ഞല്ലോ. വെപ്പങ്കി എടുത്തിട്ട് താരക്ക് പോവാ. ഗ്രാനി പപ്പ ഇവിടെ ഇരിക്കണം കേട്ടോ. നമ്മള് ഒരു ചോറായിട്ട് വരാം. അപ്പൊ നമുക്ക് വെപ്പങ്കി എടുത്തോണ്ട് ഒരു സ്ഥലത്തേക്ക് പോവാം. ന്യൂഹാനോ? ന്യൂ ഇയർ ഇവിടെ അവിടെ ഗ്രാനി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാനി eating sugar no papa. അവനാണോ ഗ്രാനി? ഗ്രാനി പോയി. വേടിച്ചോടി പോയി ഗ്രാനി. അത് നീ ഗ്രാനി വരും. അപ്പൊ ഞാൻ കാണിച്ചേക്കാം. വാടാ ഒരു ഹെഡ് കൊടുക്കും. കോയൊന്നും എടുക്കണ്ട. അതിനേക്കാളും വലുത് ഈ കടുക്കളൊന്ന് പെട്ടെന്ന് നോക്കാം. ഇമാന നോക്കാം കേട്ടോ. 12 അതിന് 12 മിനിറ്റ്. അതിന് 14 മിനിറ്റ് ആകുമ്പോളെ 14.5 മിനിറ്റ് ആകുമ്പോ അങ്ങോട്ട് വരത്തും. ബാക്കി തൂക്കി നമുക്ക് മറ്റേ സാധനം കൂടെ വേണം. ഓടിപ്പോയി നീ പോയി. മറ്റേത് ഇതൊക്കെ ഇവിടെയൊക്കെ നോക്ക്, വേഗം നോക്ക്. ഇവിടെ ഒരു കുന്തോ കിട്ടത്തില്ല അല്ലേ? അപ്പൊ ഇവിടെ ഒന്നും ഇല്ലേ? ഇനി സാധനം മാത്രമേ നമുക്ക് സേഫ്റ്റി എടുത്തോണ്ടോ. സേഫ്റ്റി എടുത്തോണ്ട് ഇമാനല്ലേ അവിടെ പോയി സേഫ്റ്റി എടുത്തോണ്ട് പോയി. 13 മിനിറ്റ് ആയി. ഇപ്പൊ 13 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി സമയം. ഈ അപ്പൂന്നൊന്നും പറയാൻ അറിയത്തില്ല. ഇവിടെ ഇല്ല ടോയ്ലറ്റ്. ബ്രിഡ്ജിഗേനാണോ? അതെനിക്കറിയായിരുന്നു. നമുക്ക് എന്താ ഉള്ളേ? പോയി താരം. ഇനി എല്ലാം കിട്ടി. നമ്മൾ ജയിക്കും. ജയിക്കണമെങ്കിൽ ഈ സമയത്ത് 14:30 ആവുമ്പോ ഇല്ലേ നമുക്ക് മറ്റേ വെപ്പങ്കി എടുത്തോണ്ട് തന്നെ പോയി. 30 അല്ല 20 ബ്രിഡ്ജിഗേൻ എടുത്തോണ്ട്. അയ്യോ സമയം ഇല്ലല്ലോ. കല്ലും ഇല്ല ഇവിടെ അടുത്ത്. ഇത് കല്ലാണോ? ഇല്ല, കോയിനല്ലേ. തിളങ്ങിയിരിക്കണം. കോയിനത് ഇവിടെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഓടിപ്പോകണം. ഫ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാണ്. ഇത് വെച്ചിട്ട് ഓടിക്കോ. അയ്യോ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഉണ്ണിയുടെ തല. ഉണ്ണിയുടെ തല ഇങ്ങനെയൊക്കെയാട്ടോ. ഇപ്പൊ ഗ്രാനി സ്പോണായെന്ന് തോന്നുന്നു. ഗ്രാനി സ്പൂണായി. കോൺ കഴിക്കുക. ആരെങ്കിലും ഗ്രാനിനെ കണ്ടിട്ട് ഈസിയിലെങ്കിലും ഇത്ര മിനിറ്റ് വരെ രക്ഷോട്ട് ഇരുന്നിട്ടുണ്ടോ? ഗ്രാൻഡ്പേരല്ല, മകനെ വരെ കൊല്ലാം. പക്ഷെ മകളെ കൊല്ലാൻ പറ്റില്ല ചിലനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ മാറ്റിയിരിക്കും നമ്മള്. നമുക്ക് പോകാലോ. കുളത്തിൽ ചാടി മുതലുണ്ട്.
എത്ര പേര് വീടാണ് എന്നെക്കാളും എന്റെ വീടിനെക്കാളും വലുതാണ്. ശരി എന്റെ വീടിനെക്കാളും വലുതാണോ? അല്ല അതെ അതെ അതെ. ആ ഓടിപ്പോയി. മറ്റേ എല്ലായിടത്തും ട്രെയിനൊക്കെ വെക്കപ്പോവും. ട്രെയിനകത്ത് നീ ഇത് മാത്രം ഒരു മിനിറ്റ് ആയി. ആ അതൊക്കെ എനിക്ക് അറിയാം. നീ പോയി എന്നാ വെച്ചാ ചെയ്യൂ. ഞാൻ കളിച്ചു നമ്മളടുത്ത് ബുള്ളറ്റ് ഇല്ല ഗൈസ്. ഗ്രാനി നമ്മള് വിടാൻ നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. ഗ്രാനി എടുത്തു ഗ്രാനി അവിടെ നിന്ന് എന്നിട്ട് കൈ ഇരിക്കട്ടെ അത്. ആ ഇപ്പൊ കുഴപ്പമില്ല. ഓടെ ഇനി നമുക്ക് കോയിൻ എടുത്തിട്ട് നമ്മളെ സ്ഥലം കഴിയാക്കാം. കോയിന് അതിന്റെ അടുക്കളയിൽ പോകണം. ഇനി മഴ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഛർദിക്കാൻ പാടില്ല. ഞാൻ ഛർദിക്കില്ല കേട്ടോ. കളിക്കണ്ട. ഓക്കെ ഞാൻ കോയിനെടുത്തിന് അവിടെ പോയി ചായ ടിക്കറ്റ് വേണം. ഇനി നമ്മൾ കാക്കേനും കൂടെ തരണം. ഇനി നമ്മള് കൂട്ടിൽ കല്ലിട്ട പോലെ അല്ല കാക്കക്കൂട്ടി കല്ലിടാൻ പറ്റും. ആ കല്ലിടാൻ കൈവച്ചിടാം അല്ലേ? ആ കൈവിട്ടിച്ചിടുന്നു. കാക്ക വന്നൊരു പൊട്ടു പൊട്ടി ഇതെല്ലാം എപ്പോഴാണ് നമ്മളെ ഗ്രാനി? നമുക്ക് ഒരു സാധനം കൂടി ചെയ്യാനുണ്ട്. ട്രെയിൻ ഓണാക്കി ഒച്ച ഉണ്ടാക്കുവോ? ഇപ്പൊ ഇനിയുണ്ട് ഒച്ച ഉണ്ടാക്കില്ല. നമ്മൾ സാധനമൊക്കെ ചെയ്ത് ഓക്കെ. നമുക്ക് ഈ മേലെ പോയിട്ട് നമ്മുടെ വെപ്പങ്കി എടുക്കാനുള്ള കല്ലൊക്കെ സംഘടിച്ചിട്ട് ആ പോവാം. അപ്പൊ രക്ഷപ്പെടും. ഇനി നമുക്ക് നമ്മള് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഈടോ നമ്മള് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഇനി മറ്റേ ഈ കാക്കര എടുത്തത് ഇനി നമുക്ക് വുഡ് കൂടെ കിട്ടിയ മതി. ഇനി ആക്സിലേറ്റർ കിട്ടി സാധനം 2:30 കഴിഞ്ഞു. ഇപ്പൊ ഗ്രാനി വന്നു തോന്നുന്നില്ലേ? ഒരു ചുക്കില്ല നമുക്ക്. ഗ്രാനി വരട്ടെ. നമ്മൾ ഇച്ചിരി പ്രോയാ. അതെ അല്ലേ? 2:30 വന്നടാ. നമ്മള് വേണ്ടൊന്നും കേക്കില്ല. അല്ല ഇനി നമുക്ക് വെളിയിൽ പോയിട്ട് ഇച്ചിരി കല്ല് പറഞ്ഞു. ഗ്രാനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് തട്ടും. ഗ്രാനി ഗുഡ് ബൈ. ഞാനെന്നാ മറ്റേ ചായയാണോ? എടാ നീ മാലി എങ്ങ് വാള. ഈ മാലിന്റെ താൻ കളിക്കുമ്പോ അങ്ങ് ഓടി. അതെ ഞാൻ കണ്ടതാ. അകത്താ മറ്റേ ഇത് വെപ്പങ്കി അല്ല വെപ്പണി ഇവിടെയാ. കോയിൻ എടുത്ത് വെക്കുന്നല്ലേ? അല്ലടാ നമ്മൾ അകത്ത് വെച്ചാണ് കൊന്ന്. അകത്തേക്ക് ഓടിപ്പോ ശരിയുള്ള കല്ല് പറക്കാതെ. ഞാൻ മറന്നു വേണ്ട. എന്റെ മറവിയുടെ കാര്യം അകത്ത് എവിടെയാ വെച്ചാ? നീ കേറാൻ നേരത്ത് ഇച്ചിരി പോയപ്പോ ഗ്രാനിനെ കൊന്നിട്ട് നിലത്തോട്ടായിരുന്നു. ഒരു കൈ അപ്പൊ നല്ല മറവിയാണ്. ഈ സ്ഥലത്ത് കല്ലെന്ന് പറഞ്ഞ സാധനേ ഇല്ല. കല്ല് 8-10 പോലും ഇല്ല. ഗ്രാനി വന്നടാ. വെട്ട് തീച്ചുടിക്ക. എവിടെയാന്ന് നീ ഓർക്കുന്നുണ്ടോ? ഗ്രാൻഡ്പയുടെ മുറിയില്. മുറിയല്ല, അകത്തേക്ക് എവിടെ? എങ്ങനെ അകത്തേക്ക് കയറിയില്ലേ? അല്ല ഗ്രാൻഡ്പയുടെ മുറിയല്ല, അകത്ത് കയറിയില്ലേ? ആ ഇവിടെ അകത്തൊക്കെ കേറിയപ്പോഴാ കണ്ട. ഈ അകത്തല്ലടാ. എനിക്ക് ഓണം ഇനി പോയടാ. നമ്മൾ ഉണ്ണി പറഞ്ഞത് കറക്റ്റ്. പക്ഷെ അവസാനം അവിടെ വെച്ചല്ലേ കൊന്നേ? അവസാനം അവിടെ ഇവിടെ വെച്ച് തന്നെ വന്നു. ഇവിടേക്ക് ഇനി നമ്മൾ കറക്റ്റ് 20 മിനിറ്റ് ആവുമ്പോ 20-20.5 മിനിറ്റ്. ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കളി നമുക്ക് കുറച്ച് കോട്ടത്തേങ്ങ. ഇനി നമ്മള് മറ്റേ അണ്ടർഗ്രൗണ്ടിൽ പോകണം.
ഈ വെപ്പന്റെ കാരണം നമുക്കിനി കാക്കനും കൂടെ കൊന്നാ മതിയല്ലേ? കാക്കണം കൊണ്ട് കൊണ്ടിട്ട് നമ്മളൊരു പറ മറക്കുമല്ല. വെപ്പന്റെ ഈ സാധനം കൊല്ലാൻ കാക്കനെ വുഡും അല്ലെങ്കിൽ ഗ്രാൻഡ് പേയുടെ തോക്ക് വേണം, അല്ലെങ്കിൽ വുഡും മറ്റേ മാച്ചസും വേണം. തീപ്പെട്ടിയില്ലേ ഇങ്ങനത്തെ എന്താ ഗ്രാനി വരൂ? അത് ശരിക്കുക ആദ്യം ഇതിനകത്ത് എന്താ വുഡാണ്. ഇവിടെ വുഡ് എടാ നമുക്ക് കള്ളക്കാക്കനെ തൂക്കാം. കള്ളക്കാക്കനെ തൂക്കാൻ പോകാം ഗൈസ്. ഇനി നമ്മുടെ അടുത്ത് 20 22 മിനിറ്റ് ഇല്ലേ? 22 19 അവസാനിച്ചേ. ഇത് ശരിയാ 19 അപ്പൊ ഇനി നമുക്കൊരു 21 30 കുറച്ച് സാധനം കൂടെ കിട്ടിയ ഇതും കൂടെ കിട്ടിയാ മതി അല്ലേ? ആക്സിലേറ്റർ ഇവിടുന്നാ നമുക്ക് കിട്ടിയത്. ഓർക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ണി ഓർക്കുന്നുണ്ടോ? മുട്ടയിലല്ലേ ഉണ്ണി? എടാ ആരും ഓർക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ മാച്ചസ് അല്ലടാ. മാച്ചസ് കിട്ടി. ഇനി നമുക്കൊന്നും ചെയ്യണ്ട. എടാ നമുക്ക് എന്തൊക്കെ ചെയ്യാം? എടാ നമ്മളെ മറ്റേ സാധനം കൂടെ ആക്സിലേറ്റർ എവിടെ വെച്ചെന്ന് ഡിസ്പോണ്ട് ആയോ? ആരും ഓർക്കുന്നില്ല ഗൈസ്. എടാ കാക്കേനെ കൊല്ലണ ഇത് എന്തിനാ മറ്റേ അടുപ്പെന്താ? ഗ്രാനി അല്ലെങ്കിൽ ഗ്രാനി വന്നോണ്ട് നമ്മള് ഗ്രാനി കണ്ണ് ഈ മറ്റേ വെടി വെക്കുവാണെങ്കിൽ ഗ്രാനീനെ വെടി വെക്കുവാണെങ്കിൽ കണ്ണ് എടാ മറ്റേ നമ്മൾ ഇവിടെ വെച്ചല്ലേ കണ്ടേ? ഇവിടെ വെച്ചല്ലേ നമ്മള് മറ്റേ സാധനം കണ്ടേ? അത് നമുക്ക് കാക്കയുടെ എടുത്തു പോവാം. കാക്കയുടെ മരിച്ചെടുക്ക് കാണാൻ പോകാം. കാക്കയുടെ മരിച്ചെടുക്ക് കാരണം ഇതാണ് മരിച്ചെടുക്ക്. മരണം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, രണ്ടിവിടെ ഉണ്ട്. കളിക്കാം. അത് നമുക്ക് ഒരാഴ്ച ഗ്രാനിനെ കൊല്ലണം. ഇത് വെച്ച് കൊല്ലാൻ പറ്റില്ല. ഇത് വെച്ച് കൊല്ലാനല്ല, വെപ്പങ്കിലും ഇവിടെ നീ ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ഇനി പുറത്താന്ന് പറഞ്ഞ പുറത്ത് ഇവിടെ ചെങ്ങാണ്ടല്ലേ നവനീന് ഓർമ്മ. ആരും പറയാനില്ല, ആരും പറയാൻ പാടില്ല. നവനീന്റെ അനിയത്തി പറഞ്ഞു. എന്റെ വീട്ടിൽ നവനീത് പറയട്ടെ. ഗ്രാനി വന്നിട്ടുണ്ടെന്ന്. 22 ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 മിനിറ്റ് കഴിഞ്ഞു. അത് നമുക്ക് വേണമെങ്കിൽ ജയിക്കാം. നമ്മളിനി ആക്സിലേറ്ററും കൂടെ മുകളിൽ നിന്ന് എടുത്തോണ്ട് വന്നാ പോരാ ഗൈസ്. അതെ അതെ അതെ, അരമണിക്കൂറാവുന്നതിന് മുമ്പ് നമ്മൾ ഇത് തീർക്കും. അത് ഇവിടെ കിടക്കണം സാധനം. പക്ഷെ നമ്മള് മുകളിൽ പോണം. ഇവിടെ നമ്മുടെ ആക്സിലേറ്ററും കൂടെ വരുന്നവർക്ക് ഗ്രാനി ഉണ്ടെങ്കിൽ കല്ലില്ലല്ലോടാ. കല്ലില്ല, അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഇപ്പോഴത്തെ ചിന്ത വിഷയത് കല്ലൊക്കെ തീർന്നിട്ട് എത്ര പാട്. ഗ്രാനി ഇവിടെ ഉണ്ടെങ്കിൽ കൈസ് നമ്മൾ തട്ടും കൈസ്. നമ്മള് ഗ്രാനി വന്നിട്ട് 2 അയ്യോ ഈ വരി പോകുന്നു. അടുക്കള വരി ഇവിടെ അടുക്കള വരി കറക്റ്റ് ഗ്രാനി വരുവാണെങ്കിൽ നമ്മൾ പെട്ടു കേട്ടോ. നമുക്ക് ഈ വശം പുറത്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഗ്രാനി വരുമ്പോൾ വല്ല കല്ലുണ്ട് ഇവിടെ. നമ്മുടെ സമയമാണല്ലോ ഇത്. കല്ലൊക്കെ മേളിൽ പോയിട്ട് മറ്റേ സാധനം എടുത്തോണ്ട് വന്നാലോ? വേണ്ട അയ്യോ വിട്ട് കണ്ടോ നമ്മള് കണ്ടോ? നമുക്കിനി വെപ്പങ്കിന്റെ സാധനം വേണ്ട. നമ്മള് രക്ഷപ്പെടുവാണെങ്കിൽ മറ്റേ ആക്സിലേറ്ററും കൂടെ എടുത്തോണ്ടത്. പിന്നെ വേറൊന്നും ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. നമ്മളെ ഇന്നത്തെ ചാലഞ്ച് സക്സസ് ആകുമെന്ന് തോന്നുന്നു. ആദ്യത്തെ ദിവസം തന്നെ നമ്മള് ജയിക്കാൻ പോകുന്നതാണ്. അയ്യോ എടോ കാക്കക്കൂട്ട ഞാൻ കാക്ക ഇത്ര ഇവിടെ ജീവിച്ചു പോയത്. ശരിയാണല്ലോ. ഇവിടെ എങ്ങാണ്ടല്ല ഗ്രാനി കാണണ്ടേ? ഇത്ര പെട്ടെന്ന് അടുത്ത ജന്മം വന്നു. ഇത്ര പെട്ടെന്ന് അടുത്ത ജന്മം. ഇവിടെ ഗ്രാനി വന്ന് അടിക്കുവാണെങ്കിൽ അടിക്കട്ടെ. ഇനി നമുക്ക് പോവാം ഗൈസ്. നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവാണോ ഗൈസ്? നമ്മളെ വീഡിയോ അവസാനിക്കാൻ പോവാണ് ഗൈസ്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. പക്ഷെ ലാസ്റ്റത്തെ ഇന്ന് അടച്ചിട്ട് നമുക്ക് സ്ഥലം കളിയാക്കാം. ഇനി പണ്ടത്തെ പോലെ ഒരു സാധനം മറക്കില്ല കേട്ടോ ഗൈസ്. എടാ നോക്കണ ഈ മഴ വാ. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മളങ്ങനെ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ പോവാണ്. അപ്പുറത്തെ പറമ്പിൽ കാണാം. ഓടിക്കോ
ഇല്ലായിരുന്നല്ലോ. ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വല്ല ഗെയിം ഉണ്ടോ നോക്കാം ഗൈസ്. ഇത്ര അരമണിക്കൂറില്ല